ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഏത്തയ്ക്കാപ്പൊടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് പച്ച ഏത്തയ്ക്കയാണ്. പച്ച ഏത്തയ്ക്ക നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് തുടങ്ങാം. ഈ ഏത്തയ്ക്കാപ്പൊടി എന്താ പറയുക, വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് കൊടുത്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് ഏത്തയ്ക്കാപ്പൊടി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വണ്ണം വയ്ക്കാനും ആരോഗ്യം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഫുഡാണ് ഏത്തയ്ക്കാപ്പൊടി. ഏത്തയ്ക്കാപ്പൊടി നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചുമ്മാതെ കുറുക്കി കൊടുക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് തുടങ്ങാം. സ്ലൈസ് ചെയ്യുന്നത് ഏറ്റവും നൈസായിട്ട് എന്താ പറയുന്നത്, കട്ടി കുറഞ്ഞ് അരിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ ചപ്പാത്തി പലകയാണ്. എൻ്റെ കട്ടിംഗ് ബോർഡ് പൊട്ടിപ്പോയി, അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചപ്പാത്തി പലകയാണ് കേട്ടോ. അപ്പോൾ അതെ, ഞാനിവിടെ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കട്ടി കുറഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഉണക്കാൻ വെക്കണം. അതായത് ഇതുപോലെ വലിയ മുറമോ അല്ലെങ്കിൽ വലിയ പാത്രമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നിരത്തി ഇട്ടിട്ട് നല്ല വെയിലത്ത് കൊണ്ട് ഉണക്കണം. അപ്പം ഞാൻ ഇതിന് മുന്നേ എൻ്റെ അമ്മ കുറച്ച് അരിഞ്ഞു വെച്ചത് ഉണക്കിയതുണ്ട്. അപ്പോൾ ഇത് ഉണക്കിയപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണത് കണ്ടോ, നല്ലപോലെ ഉണങ്ങി കിട്ടണം. ഇങ്ങനെ ഉണങ്ങി കിട്ടിയതിൻ്റെ ശേഷം നമ്മളിതിനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുമല്ലേ, അപ്പം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് കിട്ടും. ആ പൊടി നമുക്ക് പിന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള നമ്മളുടെ കുപ്പികളിലൊക്കെ ആക്കി നമുക്ക് വെക്കാം. ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഏത്തയ്ക്ക പൊടിച്ചതാണ് ഇപ്പം ഈ കാണുന്നത്. ഞാൻ ഇതിൽ കാണിച്ചു തരാം. കണ്ടോ, എന്ത് നൈസ് പൊടിയായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. കണ്ടോ, ഭയങ്കര നൈസ് പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊടിച്ച പൊടിയെ നമ്മൾ ഇതുപോലെ ഉള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം. അപ്പം ഇത് കേടാകാതിരിക്കാനാണ്. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട. കാരണം എങ്ങാനും ഇത് കേടായപ്പോൾ എന്താ പറയുക, ആ ഫുള്ള് ബോട്ടിൽ കേടായിപ്പോയി. ഇത് ചെറിയ കുപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പം ഒരുപാട് ഉണ്ടാക്കി വെക്കാണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു കുപ്പി, അച്ചാറൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ വലുപ്പത്തിനുള്ള കുപ്പിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്കിത് കഴിക്കണത്, ഞാൻ എൻ്റെ കുഞ്ഞിന് ഇത് എപ്പോഴും അല്ല കൊടുക്കണം, ഇടയ്ക്കിടയ്ക്കാണ്. നമ്മൾ തന്നെയാണെങ്കിൽ ഒരേ ഭക്ഷണം എപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം ഇതിൽ എന്താ പറയുക, കുറുക്കിയിട്ട് ഈ ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയിട്ട് നെയ്യിട്ട് കുറുക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നെയ്യിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുത്തി കൊടുക്കാറുണ്ട്. അപ്പം അവന് കുറച്ചും കൂടി ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഏത്തയ്ക്കാപ്പൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ.